വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. മുറ്റത്തിൻ്റെ പണി ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ചാക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. റോഡിന്നും അതേപോലെ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ട് മുൻഭാഗം ആകെ ചെളിയായിട്ട് വരുന്നോല് വീണൊരു സ്ഥിതിക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കട്ടിടാനുള്ള തീരുമാനത്തിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് റവൻ്റെ പത്തിരിയാണ്. റവ ആട്ടി കുഴച്ചിട്ടേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് പത്തിരി. ഞാൻ ഐസുവിന് ചായക്ക് കൊടുത്തതിന് ശേഷം ഓനെ കുളിപ്പിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വന്നു. ഓനൊന്ന് യൂണിഫോം ഇടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും വേണം. ബെൽറ്റ് ഇടുമ്പോഴും ടാഗ് ഇടുമ്പോഴൊക്കെ പരമാവധി അവൻ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇവിടെ നടക്കൂല എന്ന് കണ്ടപ്പം സെറ്റായി. അപ്പോൾ ഇതാണ് ഐസോണിലെ ലഞ്ച്. ഉരുളക്കിഴങ്ങ് പൊരിച്ചതും തക്കാളിച്ചോറും ഇവിടുത്തെ ഐക്കോണിക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓനെ ഞാൻ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് റോട്ടുമൊക്കെ പോവാണ്. കുറച്ച് നേരം കാത്തുന്നപ്പോൾ ഇതിന് വണ്ടി വന്നു കേട്ടോ. പക്ഷെ വണ്ടി വന്നേക്കും കരയാൻ തുടങ്ങി. വണ്ടി കണ്ട് കയറിയ ഒരു സങ്കടം പൊട്ടലുള്ളതാണ്. അങ്ങനെ ഓനാക്കി വന്നതിന് ശേഷം അവക്കൊന്ന് അടിച്ചു വാരി തുടച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോയി. ക്ലാസ്സിലെത്തിയപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് കേട്ടോ. ഓഗസ്റ്റ് 15-ല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾ അന്ന് ലീവായതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 14-നാണ് ആഘോഷിച്ചത്. ക്ലാസ്സിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. നമ്മൾ അശോക ചക്രം വരക്കാനായിരുന്നു ഫസ്റ്റ് ഗെയിം. പിന്നെ ക്വിസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയിട്ടാണ് ലഞ്ച് കഴിച്ചത്. അങ്ങനെ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ടുള്ള ലഡു വാങ്ങിയിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് എനിക്ക് DTTCന്ന് ഒരു കൊറിയർ വാങ്ങാണ്ടേനു. അപ്പോൾ പിന്നെ ആ കൊറിയറും വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ വീട്ടിലെത്തിയാൽ ചായയും പഴംപൊരി ഉണ്ടേനി, അത് കഴിച്ചിട്ട് ഐസുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് ഐസുവിൻ്റെ മിസ്സ്, റാഹിന മിസ്സ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മിസ്സിൻ്റെ ഒരു കഴിവുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോണത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ആട്ടിനെ കൂട്ടിലാക്കാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. അങ്ങനെ മഴത്തൊരു സ്വീറ്റ് കോണൊക്കെ തിന്നിട്ട് ഇന്നത്തെ ഡേ നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.